നമസ്കാരം. ന്യൂനപക്ഷ പ്രീണനം കൊണ്ട് പേരുകേട്ട മുഖ്യമന്ത്രിയാണ് പശ്ചിമ ബംഗാളിലെ മമതാ ബാനർജി. നമ്മൾ എല്ലാവരും ചിന്തിക്കുക, നമ്മുടെ രാജ്യത്തെ ഒരു സംസ്ഥാനത്തെ വലിയ തരത്തിൽ ജനങ്ങളുടെ ഇടയിൽ വിഘടിപ്പുണ്ടാക്കി പരസ്പരം തമ്മിൽ തല്ലിക്കാനും അതോടൊപ്പം തന്നെ ഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സമൂഹത്തെ പരമാവധി എത്രത്തോളം ചവിട്ടിത്താഴ്ത്താൻ സാധിക്കുമോ അത് മുഴുവൻ ചെയ്ത് മുന്നോട്ട് പോവുക. ഇതാണ് ഇവരുടെ ഒരു പ്രധാനപ്പെട്ട നയം. പ്രത്യേകിച്ച് പശ്ചിമ ബംഗാൾ എന്ന് പറയുന്ന സംസ്ഥാനത്തെ വിവിധ പ്രദേശങ്ങളിൽ ബംഗ്ലാദേശിൽ നിന്നുള്ള നിരവധി ആളുകളെ കുടിയേറ്റി താമസിപ്പിക്കുക എന്നുള്ള നയം. ഇത് കേന്ദ്രത്തിൽ BJP അധികാരത്തിൽ ഇരിക്കുന്ന സമയത്ത് പോലും ഇതിന് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ബംഗ്ലാദേശികളെ ഇന്ത്യ മഹാരാജ്യത്തേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ പശ്ചിമ ബംഗാളിലേക്ക് കൊണ്ടുവരിക, അവർക്ക് വോട്ടർ പട്ടികയിൽ അവരെ പേര് ചേർത്തുക, മറ്റ് പ്രധാനപ്പെട്ട റേഷൻ കാർഡും ID കാർഡും എല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കുക, ആധാർ അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ഇതോടൊപ്പം തന്നെ അവർക്ക് ഇവിടെ താമസിക്കാൻ ഭൂമിയും വീടും നൽകുക എന്നുള്ള ഒരു നയം. സ്വാഭാവികമായിട്ട് ഈ ബംഗ്ലാദേശിൽ നിന്ന് വന്നിരിക്കുന്ന ഈ ആളുകൾ അല്ലെങ്കിൽ ഈ വ്യക്തികൾ പൂർണ്ണമായിട്ടും മമതാ ബാനർജിയുടെ പാർട്ടിയായിട്ടുള്ള തൃണമൂൽ കോൺഗ്രസിന് കൃത്യമായിട്ട് വോട്ട് ചെയ്ത് തന്നെ അവർ മുന്നോട്ട് പോകും, ഒരു തർക്കമില്ല. ഇതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധവും പ്രക്ഷോഭവുമായിട്ട് BJP അനവധി നാളുകളായിട്ട് അവിടെ വലിയ രീതിയിൽ തന്നെ വർക്ക് ചെയ്ത് മുന്നോട്ട് പോന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനിടയിലാണ് ഇപ്പോൾ വോട്ടർ പട്ടികയിൽ നിന്ന് ഹിന്ദു പേരുകൾ വെട്ടിമാറ്റുന്ന രീതിയിലേക്ക് സുഡാപ്പി ഭീകരന്മാരുടെ കൃത്യമായിട്ടുള്ള ഗൂഢാലോചനയുടെ അടിസ്ഥാനത്തിൽ എന്ത് പറയണം, നമ്മുടെ മമതാ ബാനർജിയുടെ എല്ലാവിധ ആശീർവാദത്തോടും കൂടിയിട്ട് ഹിന്ദു പേരുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുന്ന കലാപരിപാടികൾ ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ മാൽഡയിൽ നടന്നിരിക്കുന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായിട്ട് ഇങ്ങനെ ചെയ്യുന്ന സുഡാപ്പിയെ തെരഞ്ഞു പിടിച്ച് അതിനു വേണ്ടിയുള്ള കൃത്യമായിട്ടുള്ള അടി തന്നെ BJP പ്രവർത്തകർ കൊടുത്തിരിക്കുകയാണ്, ഒരു തർക്കമില്ല. മാൽഡ പോലെയുള്ള പ്രദേശം നമ്മൾക്കറിയാം വലിയ രീതിയിൽ തന്നെ ജിഹാദി ഭീകരവാദികളുടെ ആക്രമണം നേരിടുന്ന ഒരു പ്രദേശം കൂടിയിട്ടാണ്. അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ഹൈന്ദവ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളുടെ ആരാധനാലയങ്ങൾ പൂർണ്ണമായിട്ട് ആക്രമിക്കുക, അതോടൊപ്പം തന്നെ ഈ ജിഹാദി ഗ്രൂപ്പുകളുടെ വലിയ രീതിയിലുള്ള സാന്നിധ്യം ഉണ്ടാവുക, ISIS-ന്റെ പ്രവർത്തകർ ഉണ്ടാവുക, അതോടൊപ്പം തന്നെ ബംഗ്ലാദേശ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഭീകരവാദ സംഘടനകളുടെയും പ്രവർത്തകർ സജീവമായിട്ട് നിലകൊള്ളുന്നു. ഒരു പരിധിവരെ കേന്ദ്ര സർക്കാരിന്റെ നടപടികളുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു വലിയ രീതിയിലുള്ള പ്രതിരോധ സംവിധാനങ്ങളോടുകൂടി അവിടുത്തെ സുരക്ഷാ വിഷയങ്ങൾ മുന്നോട്ട് പോകുന്നു. നമ്മൾ ചിന്തിച്ചു നോക്കുക, പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയുടെ ആശീർവാദത്തോടു കൂടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ എങ്ങനെയായിരിക്കും അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ സാധിക്കുക? അത്രത്തോളം വലിയ വികൃതമായിട്ടുള്ള ഒരു മാനസികാവസ്ഥയോട് കൂടിയിട്ടാണ് ബംഗാളിലെ ദീദി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ രാക്ഷസി ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവരുടെ രാക്ഷസീയ സ്വഭാവം നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇതുപോലെ ഇത്രക്ക് വലിയ ക്രൂരമായിട്ടുള്ള രീതിയിൽ പോകുമെന്ന് അവിടുത്തെ ജനങ്ങൾ പോലും ചിന്തിച്ചിട്ടില്ല. കാരണം മുഖ്യമന്ത്രി ആയതിനു ശേഷം അവരവിടെ നടത്തിയിട്ടുള്ള നരനായാട്ട് എത്രത്തോളമാണെന്നുള്ളത് നമ്മൾക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അത്രത്തോളം വലിയ രീതിയിൽ വലിയ തരത്തിലുള്ള സംഘർഷങ്ങളും കൊലപാതകങ്ങളും കൂട്ടക്കൊലകളും അതോടൊപ്പം തന്നെ ഈ ജിഹാദി സുഡാപ്പികൾ വലിയ രീതിയിൽ അണിചേർന്നിരിക്കുന്ന തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ എല്ലാ തരത്തിലുമുള്ള വിഷയങ്ങളും പറ്റിക്കൊണ്ട് സ്ത്രീകളെ അടക്കം കൂട്ടബലാത്സംഗം ചെയ്ത് മുന്നോട്ട് പോകുന്ന നിലപാടാണ് ഈ പശ്ചിമ ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ യഥാർത്ഥത്തിലുള്ള പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പല പ്രദേശങ്ങളിലും ഭൂരിഭാഗം ജില്ലകളിലും ഈ വോട്ടർ പട്ടികയിൽ നിന്ന് ഹിന്ദു പേരുകൾ വെട്ടിമാറ്റുന്ന തരത്തിലേക്കുള്ള വലിയ ഒരു നടപടിക്രമമാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏതെല്ലാം തരത്തിൽ അവിടെ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അധികാരത്തിൽ വരും എന്നുള്ള ഒരു സംഭവം കാണുമ്പോൾ പൂർണ്ണമായിട്ടും അതിനെ ബ്ലോക്ക് ചെയ്യുക. ഇപ്പോൾ നന്ദിഗ്രാമിൽ അവസാനമായിട്ട് നടന്ന പല തദ്ദേശീയമായിട്ടുള്ള തെരഞ്ഞെടുപ്പുകളിലും വലിയ തരത്തിൽ പൂർണ്ണമായിട്ടും ഇടതുപക്ഷത്തെയും കോൺഗ്രസിനെയും തൃണമൂൽ കോൺഗ്രസിനെയും പൂർണ്ണമായിട്ടും വെട്ടിമാറ്റിക്കൊണ്ട് അല്ലെങ്കിൽ തുടച്ചു മാറ്റിക്കൊണ്ട് BJPയുടെ വലിയൊരു മുന്നേറ്റമാണ് നടക്കുന്നത്. അവിടെ BJPക്ക് ഉണ്ടായിരിക്കുന്ന വലിയ മുന്നേറ്റം അത് സ്വാഭാവികമായിട്ട് ബംഗാളിലെ പല പ്രദേശങ്ങളിലേക്കും കടന്നു ചെന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണോ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP ലക്ഷ്യം വെച്ചത് അത് ഒരു 100 സീറ്റിന് മുകളിലേക്ക് എത്തുക എന്നുള്ള, അധികാരം പിടിക്കുമെന്ന് പറഞ്ഞാലും 72 സീറ്റുകൾ പിടിച്ചുകൊണ്ട് ചരിത്രപരമായിട്ടുള്ള മുന്നേറ്റമാണ് നടത്തിയത്. 2 സീറ്റിൽ നിന്ന് 72 സീറ്റുകളിലേക്കാണ് BJP ഉയർന്നു വന്നത്. അപ്പം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 200-ന് മുകളിൽ സീറ്റുകൾ നേടിക്കൊണ്ട് ശക്തമായിട്ടുള്ള ഒരു മത്സരം അത് BJPയോടെ കാഴ്ചവെക്കാനുള്ള എല്ലാവിധ സാഹചര്യവും നിലനിൽക്കുന്ന ഒരു അടിസ്ഥാനത്തിലാണ് ഭയപ്പാടിന്റെ പേരിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് വന്നത്. കാരണം
ബംഗാളിലെ ഹൈന്ദവ സമൂഹത്തിന് ഇനി അവിടെ നിലനിൽക്കണമെങ്കിൽ BJP സർക്കാർ അധികാരത്തിൽ വരണം. കുഗ്രാമങ്ങളാൽ നിറഞ്ഞ റോഡും വെള്ളവും വൈദ്യുതിയും ഇല്ലാതെ വലിയ തരത്തിൽ ബുദ്ധിമുട്ടുന്ന പശ്ചിമ ബംഗാളിലെ ജനങ്ങൾക്ക് വലിയൊരു മാറ്റം ഉണ്ടാകണമെങ്കിൽ അവിടെ നരേന്ദ്രമോദിയുടെ പ്രധാനപ്പെട്ട വികസന മുദ്രകൾ അല്ലെങ്കിൽ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം പറയുന്ന ആശയങ്ങൾ അവിടെ നടപ്പിലാക്കാനായിട്ട് അവിടുത്തെ സർക്കാരിന് സാധിക്കണം. പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി വലിയ തരത്തിൽ മോദി വിരുദ്ധ നിലപാടുകൾ എടുക്കുകയും അതോടൊപ്പം തന്നെ നരേന്ദ്രമോദി സർക്കാരുമായി ബന്ധപ്പെടുന്ന ഒരു തരത്തിലുമുള്ള വികസന കാര്യങ്ങളും ഈ പറയുന്ന പശ്ചിമ ബംഗാളിൽ നടത്താനായിട്ട് അനുവദിക്കാറില്ല. ഇതാണ് അവരുടെ യഥാർത്ഥ മുഖം. വെറും വർഗീയത മാത്രം പറഞ്ഞുകൊണ്ട് വിജയിക്കുക. ഏകദേശം 25 മുതൽ 30% വരെ മുസ്ലിം പോപ്പുലേഷനുള്ള ഒരു സംസ്ഥാനത്ത് അവരുടെ ഇടയിൽ വലിയ തരത്തിൽ വർഗീയ ചിന്താഗതി ഇട്ട് കൊടുക്കുക. മോദി അമിത്ഷായും എന്തോ ഇവിടെയുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങളെ തിന്നുകളയുന്ന ആളുകളാണെന്നുള്ള രീതിയിലേക്കുള്ള പ്രചരണം നടത്തുക. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു സംസ്ഥാനത്ത് നടത്തുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടുത്തെ ജനങ്ങളിടയിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുണ്ടാവുന്ന പ്രചരണങ്ങളിൽ തെറ്റിദ്ധരിച്ചുകൊണ്ട് അവർ വലിയ രീതിയിൽ അവരുടേതായിട്ടുള്ള മുന്നോട്ട് പോക്കുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്യും, ഒരു സംശയമില്ല. അപ്പോൾ ഈ രീതിയിലുള്ള നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ഈ രാജ്യത്തെ ഒരു സംസ്ഥാനത്തെ കൊടിയ ദാരിദ്ര്യമുള്ള വലിയ സാമ്പത്തിക പ്രതിസന്ധിയുള്ള വിദ്യാഭ്യാസ മേഖലയിൽ തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന റോഡ് വികസനത്തിന്റെ കാര്യങ്ങളിൽ നശിച്ചു നിൽക്കുന്ന കുടിവെള്ളവും വൈദ്യുതിയും എല്ലാ രീതിയിലും പ്രതിസന്ധിയിലായി നിൽക്കുന്ന ഒരു സംസ്ഥാനമാക്കി ഇവർ മാറ്റിയിരിക്കുകയാണ്. ഇവർക്കിപ്പോൾ അധികാരത്തിലിരിക്കുക എന്ന് പറഞ്ഞാൽ ജനങ്ങളെ പേടിപ്പിക്കുക, പ്രത്യേകിച്ച് അവിടുത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങളെ ഭയപ്പെടുത്തുക, തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുക. ഇത് അല്ലാതെ അവർക്ക് മറ്റൊരു പണിയില്ല. കാരണം അവർക്കറിയാം അവരുടെ വികസന വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് ബംഗാൾ എന്ന് പറയുന്ന സംസ്ഥാനത്തെ ഒരു ജനത്തിന്റെയും അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെയും വീട്ടിൽ പോയി വോട്ട് ചോദിക്കാൻ പറ്റില്ല. അപ്പോൾ പൂർണ്ണമായിട്ടും അവിടെ ജനങ്ങളുടെ ഇടയിൽ വിഘടിപ്പുണ്ടാക്കിക്കൊണ്ട് മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ, ഈ പറയുന്ന ഭീകരവാദികളെയും അല്ലെങ്കിൽ എല്ലാവരെയും കൂട്ടുപിടിച്ചുകൊണ്ട് അവിടെ അധികാരത്തിലെത്താൻ സാധിക്കുള്ളൂ. അപ്പോൾ വലിയ രീതിയിൽ തന്നെ ഹിന്ദു വോട്ടുകൾ പല പ്രദേശങ്ങളിലും അല്ലെങ്കിൽ അത് പൂർണ്ണമായിട്ടും വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുന്ന തരത്തിലേക്കുള്ള നിലപാടുമായിട്ട് ഇവർ മുന്നോട്ട് വരികയാണ്. നമ്മൾ ചിന്തിച്ചു നോക്കണം, നമ്മുടെ രാജ്യത്ത് ഒരു സംസ്ഥാനം അല്ലെങ്കിൽ ആ സംസ്ഥാനത്തേക്ക് തൊട്ടടുത്ത രാജ്യമായിട്ടുള്ള ബംഗ്ലാദേശിൽ നിന്ന് നിരവധി ആളുകൾ വരുന്നതിന് വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യുക, അതിനെതിരൊന്ന് ശബ്ദിക്കാതിരിക്കുക, അതിനൊരു മൗനാനുവാദം കൊടുക്കുക, അതിർത്തി കടന്ന് ഇപ്പുറത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് ഇന്ത്യൻ പൗരനായി മാറി എന്നുള്ള രീതിയിലേക്കൊക്കെയുള്ള നിലപാടുകൾ സ്വീകരിക്കുക, അവർക്ക് ആധാറും ഐഡന്റിറ്റി കാർഡും മറ്റ് പ്രധാനപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ എല്ലാം തയ്യാറാക്കി കൊടുക്കുക. ഇത് ചെയ്യുന്ന സമയത്ത് സ്വന്തം മണ്ണിൽ ജീവിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള അല്ലെങ്കിൽ പരമ്പരാഗതമായിട്ടുള്ള അവിടുത്തെ ദേശീയ ജനത ഏത് രീതിയിലായിരിക്കും അവരുടെ ഒരു നിലനിൽപ്പ്? അവർക്ക് അവിടെ നിൽക്കാൻ പറ്റാത്ത തരത്തിലേക്കുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. റോഹിംഗ്യൻ മുസ്ലിംസ് അടക്കമുള്ള ആളുകൾ വലിയ രീതിയിൽ തമ്പടിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമായിട്ട് പശ്ചിമ ബംഗാൾ മാറിയിരിക്കുകയാണ്. ആ സർക്കാരിന്റെ പിന്തുണയാണ് ഇതുപോലെയുള്ള ക്രൂരമായിട്ടുള്ള ഒരു നിലപാടുകൾ ഈ പറയുന്ന ആളുകളുടെ ഭാഗത്തുണ്ടാകാനുള്ള കാരണം. ഇത് കൂടാതെ പശ്ചിമ ബംഗാളിൽ നിന്ന് രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും ഇവർ കുടിയേറുകയാണ്. ഇപ്പൊ കേരളത്തിൽ തന്നെ ഏകദേശം 1 ലക്ഷത്തിന് മുകളിൽ ബംഗ്ലാദേശികൾ ഉണ്ട് എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളം മാത്രമല്ല രാജ്യത്തെ പല സംസ്ഥാനങ്ങളും ഇതേ സമാനമായിട്ടുള്ള സ്ഥിതിവിശേഷമാണ് ഇന്ന് നിലനിൽക്കുന്നത്. അപ്പൊ ഇതിന് പ്രധാന ഉത്തരവാദി പശ്ചിമ ബംഗാളിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള മമത എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ രാക്ഷസിയാണ്, അതിലൊരു തർക്കമില്ല. ഇതുപോലെയുള്ള നിലപാടുകൾ എടുത്തുകൊണ്ട് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ നശിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഏത് മുഖ്യമന്ത്രിയാണെങ്കിലും അവരുടെ എല്ലാം പ്രവർത്തന സംവിധാനങ്ങളെ പൂർണ്ണമായിട്ടും നമ്മുടെ രാജ്യത്ത് നിന്ന് തുടച്ചു നീക്കാനുള്ള ഏക പോംവഴി എന്ന് പറഞ്ഞാൽ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വോട്ട് ചെയ്യുക എന്നുള്ളത്. രാജ്യസുരക്ഷയ്ക്ക് ഇത് മാത്രമാണ് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിൽ ഒരു തർക്കവുമില്ല.